അല്ല അപ്പോൾ ഐഡിയലി എപ്പോഴാണ് പല്ല് വരേണ്ടത്? 6 മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് 6 to 12 monthസിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. ഓക്കെ, നമുക്ക് 1.5 കൊല്ലം വരെ കാത്തുക്കാം, ശരി. വന്നാലും വന്നില്ലെങ്കിലും. ഓക്കെ, 1 കൊല്ലം കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗോ ടു എ ഡെന്റിസ്റ്റ്. ആൻഡ് ഐഡിയലി ഒരു ഫസ്റ്റ് ബർത്ത്ഡേക്ക് ടേക്ക് ദ ചൈൽഡ് ടു എ ഡെന്റിസ്റ്റ്. അതൊരു ഫസ്റ്റ് ചെക്കപ്പ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ്. അപ്പോഴേക്കും ഒരു 3-4 പല്ല് വന്നിട്ടുണ്ടാവും. ഓക്കെ, സെൻട്രൽ സൈസസ് ലാറ്ററൽ മുകളിലത്തെയും താഴത്തെയും വന്നിട്ടുണ്ടാവും. ഒരു 4 പല്ല് വായിലുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് കൊണ്ട് കൊച്ചിനെ ഫസ്റ്റ് ഇയറിൽ ബർത്ത്ഡേക്ക് നമ്മൾ ഐഡിയലി ഷുഡ് ബി ടേക്കൺ ടു എ ഡെന്റിസ്റ്റ്. അത് അപ്പോൾ തുടങ്ങണം. ഒരു പ്രിവെൻറ്റീവ് പ്രൊസീജിയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ ദാറ്റ് പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. എന്താണ് സാർ ആ സമയത്ത് നോക്കണേ? ലൈക്ക് ഇപ്പോൾ അറ്റ് ബർത്ത് വാട്ട് ക്യാൻ വി എക്സ്പെക്ട്? എന്തിനാണ് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ചോദിക്കുന്നത് വൈ അറ്റ് 6 months ഞാൻ പല്ല് കാണിക്കണം, എന്തായിരിക്കും? 1 year ബേസിക്കലി. നമ്മുടെ ഈ ആർച്ച് ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഒരു പല്ലെടുത്ത് കാണിച്ചാൽ ഇതിപ്പോൾ എടുത്ത് കാണിക്കുകയാണെങ്കിൽ നോർമലി ഇപ്പോൾ സക്കിളിങ് കൂടുതലാണെങ്കിൽ ഇതിനൊരു വളഞ്ഞൊരു സർഫസ് ആണ്. റൈറ്റ്. ഇപ്പോൾ സക്കിങ് കൂടുതലാണെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പ്, ഈ സാധനത്തിൻ്റെ ഷേപ്പ് അപ്പോഴേ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ നമുക്ക് ചെറിയ കറക്റ്റീവ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പല്ലുമ്മ കേരീസ് വരും. ഈ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് ഉണ്ട്, നഴ്സിംഗ് കേരീസ് എന്ന സാധനമുണ്ട്. ഓക്കെ. അതായത് നമ്മൾ രാത്രി ഒന്നുമില്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക്, അല്ലെങ്കിൽ കുപ്പിപ്പാല്, അല്ലെങ്കിൽ സ്വീറ്റ്നസ് ഇട്ടിട്ടുള്ള ബോട്ടിൽ, ഇത് കൊടുത്തിട്ട് കൊച്ചിനെ കിടത്തി ഉറക്കും. പ്രത്യേകിച്ച് മുലപ്പാൽ കൊടുക്കുകയാണെങ്കിൽ അമ്മമാർ അതിൽ കൊച്ചുറങ്ങുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകും. അപ്പോൾ അവർ ഈ ബ്രസ്റ്റിൽ സക്ക് ചെയ്തിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ അപ്പോൾ അടിയിലത്തെ പല്ല് ഇസ് യൂഷ്വലി സേഫ് ബിക്കോസ് അവിടേക്ക് ഈ സലൈവറി ഗ്ലാൻസിനൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സലൈവ സെൽഫ് ക്ലീനിങ് ആയതുകൊണ്ട് അടിയിലത്തെ പല്ലിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ മുകളിലത്തെ പല്ലിൽ ഈ പാലിൽ കുതിർന്ന് കിടക്കും. അപ്പോൾ ഈ മുകളിലത്തെ 4 പല്ല് മാത്രം കേരീസ് ഫോം ചെയ്യും. അതാണോ ഈ കറുത്ത നിറത്തിൽ കുത്തും വരും. ഒരു സാധാരണ ആദ്യം ഒരു പാട പോലെ വരിക. ആ പാട അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വല്പം ഡാർക്കാവും, ബ്രൗൺ ആവും, പിന്നെ അത് കേരീസ് ആയിട്ട് മാറും. അത് വളരെ കോമൺ ആണ്. ചില കമ്മ്യൂണിറ്റിക്ക് 3 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ അടുത്തൊക്കെ ശരിക്കും നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. മനസ്സിലായി? അപ്പോൾ അത് ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ആൻഡ് വി ക്യാൻ കറക്റ്റ് ഇറ്റ്. ഇപ്പോൾ കറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഐഡിയലി രാത്രി കിടന്ന് ഈ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിങ് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ കൊച്ചു വായിൽ വെള്ളം വെക്കുമ്പോൾ തന്നെ ഒരു പ്രാവശ്യം തപ്പുള്ളൂ. അപ്പോഴേക്കും മിൽക്കല്ല എന്ന് പറയുമ്പോൾ ചൈൽഡ് സ്റ്റോപ്സ്. പക്ഷെ അത് മതി. ആ ഒരു സിംഗിൾ ഇതിൽ നമ്മൾ വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് അത് ഇറങ്ങി പൊക്കോളും. പിന്നെ ചിലർ പറയും പിന്നിലേക്ക് എടുത്തിട്ടൊന്ന് ബേപ്പ് ചെയ്ത് കിടത്തണം. അത് നമുക്ക് പറ്റില്ല. നമ്മളതിന് മുമ്പ് കിടന്ന് പാരൻസിന് മുമ്പ് കിടന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ ഇതാണ് ഒരു ഇഷ്യൂ. പിന്നെ വല്ല ഇങ്ങനെ ടിഷ്യൂ വെച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഐഡിയലി ഒരു വെറ്റ് ക്ലോത്ത് ഇല്ലേ, വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് ടിഷ്യൂവിലെ ഗോസ് വെച്ചിട്ട് ഈ ഗം പാഡ്സ്, തുടക്കത്തിൽ പാഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഗം പാഡ്സിനെ ശരിക്കും ഒന്ന് തുടച്ചു കൊടുക്കുക. പല്ല് വന്നു കഴിയുമ്പോഴും ഐഡിയലി ഒന്ന് നമ്മൾ തുടച്ചു കൊടുക്കുക. നമ്മളാണ് ബ്രഷ് ചെയ്യേണ്ടത്. ഐഡിയലി ഒരു തമ്പ് റൂളായിട്ട് ഒരു കൊച്ചിന് തന്നെ ഷൂ ലേസ് കെട്ടാൻ പറ്റുന്ന എപ്പോഴാണ് അതുവരെ നമ്മൾ പേരൻസ് ബ്രഷ് ചെയ്യണം. ഷൂ ലേസ് കെട്ടാൻ തയ്യാറാണെങ്കിൽ ദെൻ ദ ചൈൽഡ് ക്യാൻ ബ്രഷ് ബൈ ഹിംസെൽഫ്. ഓക്കെ.